നമസ്കാരം. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം 2 സർഗം ചൊല്ലിക്കഴിഞ്ഞു. 1ഉം 2ഉം സർഗങ്ങൾ ചൊല്ലിക്കഴിഞ്ഞു. ഭഗവാൻ ജനിക്കാനുള്ള കാരണവും ഭഗവാൻ ജനിച്ചു കഴിഞ്ഞതുമാണ് 1ആം സർഗത്തിലും 2ആം സർഗത്തിലും കൂടിയിട്ട് ചൊല്ലിക്കഴിഞ്ഞത്. ഇനി ഭഗവാന്റെ ബാലലീലകളും ഭഗവാനെ അതിജീവിക്കേണ്ട കുറേ കാര്യങ്ങൾ ആണ് ഇനി തൃതീയ സ്കന്ധത്തിൽ പറയാൻ പോകുന്നത്. ഭഗവാനെ കംസൻ കൊല്ലാൻ വരുന്നത്, പല രീതിയിൽ ആൾക്കാരെ വിട്ടിട്ട് കൊല്ലാൻ വരുന്നതുമായിട്ടുള്ള രംഗങ്ങളാണ് ഇനി തൃതീയ സർഗത്തിൽ ഉള്ളത്. 1ാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. കളവേണൂരവകളായ നീലാ കമലാചുംബനലംബടോതിരമ്യ അളിപോദൈവാരവിന്ദൻ മധ്യേ രമതാ മൈഹതി ദേവകീ കിശോര. മണിപ്രവാളം തൃതീയ സർഗം 1ാമത്തെ ശ്ലോകം. ഗോപാലബാലന്റെ ശരീരമപ്പോൾ ആപാദചൂടം നയനാഭിരാമം ആ പൂർണ്ണമോദമ്പത കണ്ടു ഗോപാലരാനന്ദരസേനവാണാർ. പൂതനാമോക്ഷം കഴിഞ്ഞ സമയത്ത് ഭഗവാന്റെ ശരീരം കണ്ടിട്ട് ഗോപസ്ത്രീകൾ ആനന്ദത്തോടുകൂടി അവിടെ രസിച്ച് ജീവിച്ചു എന്നാണ് പറയുന്നത്. ഭഗവാനെ അടിമുതൽ മുടിവരെ കണ്ട് സന്തോഷത്തോടുകൂടി അവരവിടെ ജീവിച്ചു എന്നാണ് പറയുന്നത്. അടുത്തത് നോക്കാം. 2ാമത്തെ. ചാടായി വന്നു ശകടാസുരൻ താൻ ചാടാനൊരുമ്പെട്ടു മുകുന്ദഗാത്രേ പാടാതെ പാതേന ഹനിച്ചു ബാലൻ ചാടായിരം ഗണ്ഡമതായി വീണു. ശകടാസുരൻ കാളവണ്ടിയുടെ രൂപത്തിലാണ് വന്നത്. ചാട എന്ന് പറയുമ്പോൾ കാളവണ്ടിയുടെ രൂപത്തിൽ വന്നിട്ട് ഭഗവാനെ കൊല്ലാൻ വേണ്ടി വന്നതാണ്. ഭഗവാന്റെ ദേഹത്തേക്ക് ചാടി വന്നതാണ്. പക്ഷേ ഭഗവാൻ അതിനെ തികഞ്ഞ സന്തോഷത്തോടുകൂടി കാലുകൊണ്ട് താടിച്ച് പൊടിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. 3ാമത്തെ. കാൽ കൊണ്ടുടൻ ചാടു തകർത്തുമേവും കാർവർണ്ണനെ ചെന്നു കരേ ഗൃഹീത്വാ ആകുന്നവണ്ണം തിരുനാമമോദീ ശോകം വിനാവാണു യശോദതാനം. കാൽ കൊണ്ട് ചാടിനെ തകർത്ത്, ചാടവർണ്ണ കാളവണ്ടിയെ തകർത്ത് അവിടെ കിടക്കുന്ന ഭഗവാനെ എടുത്ത് കൊഞ്ചി ആകുന്നവണ്ണം തിരുനാമമോദി യശോദ സന്തോഷത്തോടുകൂടി ഇരുന്നു. ശോകം വിനാവാണു പറയുമ്പോൾ ശോകങ്ങളെല്ലാം നശിച്ച് സന്തോഷത്തോടുകൂടി ഇരുന്നു. ക്ഷണം തൃണാവർത്ത മഹാസുരൻ താൻ അണഞ്ഞു ചക്രാനിലവേഷധാരി വനം തകർത്തദ്രിതടം പൊടിച്ചു കനക്കവേ ഭൂമിതലം കുലുക്കി. ചുഴലിക്കാറ്റിൻ്റെ വേഷത്തിലാണ് തൃണാവർത്ത അസുരൻ വന്നത്. അത് പർവ്വതങ്ങളും കാടുകളും ഒക്കെ കാടുകളെല്ലാം ഇളക്കി മറിച്ച് പർവ്വതങ്ങളുടെ താഴ്വാരത്തിലെ മണ്ണുകളെല്ലാം പൊടിച്ച് പൊടിപടലം ഉയർത്തി ഇരുട്ടാക്കിയിട്ടാണ് തൃണാവർത്തൻ്റെ വരവ്. ഭൂമിയൊക്കെ കുലുക്കി എന്നിട്ടാണ് തൃണാവർത്തൻ്റെ വരവ്. ഭൂരേണുന വിശ്വമിരുട്ടടപ്പിച്ചാരാലണഞ്ഞീടിന ചക്രവാതം നാരായണൻ തന്നെ വഹിച്ചു മൂടൻ പാരാതെ മേൽപോട്ടുയരും ദശായാം. ഭൂമിയെ
മൊത്തത്തിൽ ഇരുട്ടാക്കിക്കൊണ്ടാണ് തൃണാവർത്തൻ്റെ വരവ്. വന്നിട്ടോ ഭഗവാനെ എടുത്ത് അങ്ങനെ മേൽപോട്ട് ഉയർത്തി. അപ്പോൾ ഭഗവാൻ വിചാരിക്കണം, മൂടൻ എന്നെ എടുത്തുകൊണ്ട് മേൽപോട്ട് ഉയർന്നു പോയിരിക്കണു എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പറയുകയാണ്. കണ്ടേ കരം കൊണ്ടു പിടിച്ചു ദേവൻ, കണ്ടേ തരം ഞെക്കി അമർത്ത നേരം, പ്രാണൻ വെടിഞ്ഞാശു മഹാദ്രി തുല്യൻ, ചോണീ തലേ വീണുതു യാതുദാനൻ. ദാനൻ കണ്ടേ കരം കൊണ്ടു പിടിച്ചു ദേവൻ, ഭഗവാൻ കഴുത്തിൽ പിടിച്ച്, ഭഗവാന്റെ കൈകൊണ്ട് തൃണാവർത്താസുരൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ച് അമർത്തിയ സമയത്ത് പ്രാണൻ വെടിഞ്ഞ് ജീവൻ പോയി. അദ്രിതുല്യനായിട്ട്, അതായത് പർവ്വത തുല്യനായിട്ട് ശോണീതലേ വീണു എന്ന് പറയുമ്പോൾ ഭൂമിയിൽ വീണു രാക്ഷസൻ എന്നാണ് പറയുന്നത്. ആയാമമുള്ളോരജലേ വിളങ്ങും കായാമ്പുതൻ കോരകമെന്ന പോലെ, മായാകുമാരൻ്റെ മനോജ്ഞരൂപം മായാതുദാനോരസി ദൃഷ്ടമായി. ആയാമമുള്ളൊരു ചലേ വിളങ്ങും, അതായത് ഉയരമുള്ള അജലത്തിൽ അജലം പറയുമ്പോൾ പർവ്വതത്തിൽ വിളങ്ങുന്ന കായാമ്പൂവിൻ്റെ ശോഭയോടുകൂടി, കായാമ്പൂവിൻ്റെ പൂമൊട്ട് മാതിരി മനോജ്ഞമായിട്ടുള്ള രൂപം ഭഗവാന്റെ മനോഹരമായിട്ടുള്ള രൂപം ആ യാതുദാനോ രസിദൃഷ്ടമായി. പർവ്വതത്തിൻ്റെ മുകളിലെ പൂമൊട്ട് എന്ന പോലെ ഭഗവാന്റെ മനോഹര രൂപം രാക്ഷസൻ്റെ മാറിൽ കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. യശോദ താൻ ചെന്നു വിഷാദമോടെ കിശോരനെ പാണി തലേ ഗ്രഹിച്ചാൾ. അശേഷനാഥൻ ഗതിയെന്നു ചിത്തേ കൃശാങ്കി ചിന്തിച്ചു സുഖിച്ചിരുന്നാൾ. യശോദ ഓടിച്ചെന്ന് വിഷാദത്തോടെ, ഉള്ളിൽ ഒരു ചെറിയ ഭയമൊക്കെ ഉണ്ടായിരുന്നു യശോദയ്ക്ക്. വിഷാദത്തോടു കൂടി പോയി കുട്ടിയെ എടുത്തിട്ട് വേഗം എടുത്ത് അശേഷനാഥൻ ഗതിയെന്നു ചിത്തേ, ഭഗവാനും തന്നെയാണ് ഗതി എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് സുന്ദരി ചിന്തിച്ച് സുഖമായിട്ട് വസിച്ചു.